കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് ശനിയാഴ്ച വൈകുന്നേരം സാംസ്കാരിക സമ്മേളനത്തോടെ തുടക്കമായി. സാംസ്കാരിക സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി അധ്യക്ഷനായി. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ദേവസ്വത്തിന്റെ 6ാമത് തൃക്കാർത്തിക പുരസ്കാരം ലഭിച്ച മലയാളത്തിന്റെ വാനമ്പാടി കെ.എസ്. ചിത്രയ്ക്ക് ദാരുശില്പ പുരസ്കാരം സമർപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുരസ്കാരം നൽകുന്നത്. ദേവസ്വത്തിന്റെ 6ാമത് പുരസ്കാരം കെ.എസ്. ചിത്രയ്ക്ക് ശനിയാഴ്ച സമ്മാനിച്ചത്. സാംസ്കാരിക സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജു, കാടാമ്പുഴ ദേവസ്വം ട്രസ്റ്റി ഡോക്ടർ എം.വി. രാമചന്ദ്ര വാര്യർ, ബോർഡ് മെമ്പർ കെ. സുധാകുമാരി, മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിങ്ങാടൻ, ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.ടി. വിജയ്, അസിസ്റ്റന്റ് കമ്മീഷണർ കെ. പ്രമോദ് കുമാർ, വാർഡ് മെമ്പർ നിമിഷ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമന മഠം ഹരിദാസ് എമ്പ്രാന്തിരി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ശനിയാഴ്ച മുതൽ 13 വരെ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് കാടാമ്പുഴ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നത്. ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ തൃക്കാർത്തിക. അന്നേ ദിവസം പുലർച്ചെ 3 മുതൽ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിക്കും. രാവിലെ 10 മുതൽ 10,000 പങ്കെടുക്കുന്ന വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കും. ഈ ചാനൽ വളാഞ്ചേരി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.